ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീരപ്പൻ്റെ ജനനവും വീരപ്പൻ വളർന്ന സാഹചര്യവും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൂടാതെ വീരപ്പൻ അന്തിയുറങ്ങുന്ന വീരപ്പൻ്റെ ശവകുടീരം കണ്ടു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി അവിടെ നിന്ന് നമ്മൾ പോകുന്നത് വീരപ്പൻ്റെ നാട്ടിലേക്കാണ്. വീരപ്പൻ ജനിച്ചു വളർന്ന ഗോവിന്ദത്തം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നുറുക്ക് ഇത് ഇതിനു മുമ്പ് ഞാൻ ഈ റൂട്ടിലൂടെ ഒരു യാത്ര നടത്തിയതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മേട്ടൂരിൽ നിന്നും MM ഹിൽസ് വഴി മൈസൂരിലേക്ക് നടത്തിയ ബസ് യാത്രയാണ്. ആ ബസ് യാത്രയിൽ നമ്മൾ വീരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ പല ഭാഗങ്ങളും നമുക്ക് ബസ്സിലായതുകൊണ്ട് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഇറങ്ങാനും കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം പാലാർ എന്നുള്ള ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ സംഭവം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിൽ ഒന്നുകൂടി പറയാണ്. ഈ ബ്രിഡ്ജ് പാലാർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. 1970 ഈ ബ്രിഡ്ജ് തമിഴ്നാട് ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ 42 ലക്ഷം രൂപയാണ് ഈ ബ്രിഡ്ജിന് ചിലവായിട്ടുള്ളത്. 190 ഫീറ്റാണ് ഈ പാലത്തിൻ്റെ മൊത്തം നീളം വരുന്നത്. ഈ ബ്രിഡ്ജിൽ 1989 ഏപ്രിൽ മാസത്തിൽ മോഹനൻ എന്ന ഫോറസ്റ്റ് ഗാർഡിനെ വീരപ്പൻ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1987-88 വരെയുള്ള കാലഘട്ടങ്ങളിലെ വീരപ്പനെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുമില്ലായിരുന്നു. പത്രങ്ങളിൽ വരുന്ന ന്യൂസും അതുപോലെ തന്നെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള അറിവും മാത്രമാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. വീരപ്പൻ അവിടെ വന്നു, അതുപോലെ തന്നെ വീരപ്പൻ കാട്ടിൽ നിന്നും ആനയെ വെടിവെച്ച് കൊമ്പെടുക്കുന്നു, ചന്ദനത്തടികൾ വെട്ടി വിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പത്രങ്ങളിൽ വരുന്ന വാർത്തയും അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നുള്ള കുറച്ച് അറിവുകളും മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ 1989 ഈ പാലത്തിൽ വെച്ചിട്ട് ഈ മോഹനൻ എന്ന ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചു വന്നതോടുകൂടി വീരപ്പന്റെ പേര് ഒന്നുകൂടി പ്രസിദ്ധി ആർജിക്കുകയാണ് ചെയ്തത്. ഈ ഫോറസ്റ്റ് ഗാർഡിനെ കൊല്ലാനുണ്ടായ സംഭവം എന്താന്ന് വെച്ചാൽ, വീരപ്പന്റെ അനുയായികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് 4 പേരെ പോലീസുകാർ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായി. സത്യത്തിൽ വീരപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായിരുന്നു ഈ 4 പേര്. അങ്ങനെ ഇരിക്കെ ഈ ന്യൂസ് വീരപ്പൻ അറിയുകയും എൻ്റെ പേരിൽ 4 പേരെ ഒരു കാരണവും കൂടാതെ കൊന്നു എന്ന പേരിലാണ് ഈ മോഹനൻ എന്ന ഫോറസ്റ്റ് ഗാർഡിനെ വീരപ്പൻ വെടിവെച്ച് കൊല്ലുന്നത്. ഇതിനായിട്ട് ഈ മോഹനനെ ശരിക്ക് വീരപ്പൻ അറിയില്ലായിരുന്നു. മോഹനൻ ആരാണ് എന്ന് ഏതാനും ഈ കൊല്ലുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഈ ഭാഗത്ത്, ഈ പാലാർ ബ്രിഡ്ജിന്റെ ഭാഗത്ത് വന്ന്, അന്ന് ഈ പാലാർ ബ്രിഡ്ജിന്റെ ഈ കർണാടകയിലേക്കുള്ള എൻട്രൻസ് ഗേറ്റിന്റെ അവിടെയാണ് ഈ മോഹൻ ഉണ്ടായിരുന്നത്. ഈ മോഹനൻ എന്ന ഫോറസ്റ്റ് ഗാർഡിനെ ശരിക്കും വീരപ്പൻ വന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് അടുത്ത ദിവസം ഈ പാലാർ ബ്രിഡ്ജിന്റെ ഏകദേശം ബ്രിഡ്ജിന്റെ താഴ് ഭാഗത്തായിട്ട് ഏകദേശം ഒരു 60-70 ഫീറ്റ് അകലെ നിന്നിട്ട് വീരപ്പൻ ഈ ഫോറസ്റ്റ് ഗാർഡിനെ ഒറ്റയ്ക്ക് കറക്റ്റ് വെടിവെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറ്റുന്ന ഒരു അവസരത്തിനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം കാത്തു നിന്നതിന് ശേഷമാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഈ സെക്യൂരിറ്റി ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഈ മോഹനൻ എന്ന ഫോറസ്റ്റ് ഗാർഡ് ഈ ബ്രിഡ്ജിലേക്ക് വരികയും പുഴയിൽ നിന്നും മണലെടുക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ഇതിന്റെ പെർമിഷൻ തന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് മണ്ണെടുക്കുന്നവരോട് ചോദിക്കുന്നതിനിടയിൽ ഈ പുഴയുടെ താഴെ നിന്ന് ഈ പാലത്തിന്റെ കൈവരിയുടെ ഇടയിലൂടെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ ഫോറസ്റ്റ് ഗാർഡ് മരണപ്പെട്ട കറക്റ്റ് സ്പോട്ട് ഈ പാലത്തിന്റെ കൈവരിയിൽ കന്നഡയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്, പിന്നെ കുറച്ചേ ഭാഗം കന്നഡ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അത് എന്താണെന്ന് എനിക്ക് വായിക്കാൻ അറിയില്ല. എന്തായാലും ആ ഒരു കറക്റ്റായിട്ടുള്ള സ്പോട്ട് ഇന്നും അവിടെ നമുക്ക് പോയാൽ കാണാൻ പറ്റുന്ന ഇതാണ്. ഈ പാലാർ ബ്രിഡ്ജ് കടക്കുന്നതോടുകൂടി പിന്നെ നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. കർണാടക സ്റ്റേറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ
ഈ സെക്യൂരിറ്റി ഓഫീസിൽ നമ്മുടെ വെഹിക്കിൾസിൻ്റെയും നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. പിന്നെ ഒരു 20 രൂപ നമ്മുടെ വെഹിക്കിളിൻ്റെ ഫീ ആയിട്ടും കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയുടെ സ്ഥലത്തു കൂടെയാണ്. ഈ കാണുന്ന ഭാഗം ഒരു ചെറിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് സ്ട്രൈറ്റ് പോയാലാണ് MM ഹിൽസ് എന്ന് പറയുന്ന മാഹദേശ്വര മലൈ മഹാദേശ്വര എന്ന് പറയുന്ന ഒരു കാട്ടിനകത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഇന്ന് വീരപ്പൻ്റെ നാടായ ഗോപിനത്തം, അതായത് ഈ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ ഭാഗത്തിലൂടെ പോയാൽ നമുക്ക് സുരക്ക് മടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാം. ഈ സ്ഥലത്തേക്ക് നമുക്ക് പോകാനൊന്നും അനുമതിയില്ല. ഇവിടെ വെച്ചിട്ടാണ് 1993 പാലാർ ബോംബ് സ്ഫോടനം നടക്കുന്നത്. ഈ പാലാർ ബോംബ് സ്ഫോടനം 3 സംസ്ഥാനങ്ങളെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. സത്യത്തിൽ 22 പേരടങ്ങുന്ന ഒരു സംഘം, അതായത് വീരപ്പൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് റാംപോ ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന IPS ഓഫീസറും സംഘവും ഒരു ജീപ്പും വാനിലുമായിട്ട് ഈ സ്ഥലത്തേക്ക് വീരപ്പൻ്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് പുറപ്പെടുകയാണ്, വീരപ്പനെ പിടിക്കാനും വേണ്ടിയിട്ട്. പക്ഷേ ഇതെല്ലാം വീരപ്പൻ്റെ ഒരു ട്രാപ്പായിരുന്നു എന്ന് ഇവർ പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഏകദേശം ഈ സുരക്കുമടവ് എത്താനാകുമ്പോഴേക്ക് ഈ ബ്ലാസ്റ്റിലൂടെ 22 പേരും ബ്ലാസ്റ്റിൽപ്പെട്ടു. അതിൽ ഈ റാംപോ ഗോപാലകൃഷ്ണൻ എന്ന ഓഫീസർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും ആ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഓഫീസർ, ഈ റാംപോ ഗോപാലകൃഷ്ണൻ എന്ന ഓഫീസർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് സർജറികളും മറ്റുമായിട്ട് ഏകദേശം 2 വർഷത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഒന്ന് പൂർണ്ണ നിലയിലേക്ക് എത്താൻ. സത്യത്തിൽ ആ ഒരു ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തളർന്ന അവസ്ഥയും ഒക്കെയായിരുന്നു അന്നത്തെ ആ ബ്ലാസ്റ്റിൽ സംഭവിച്ചത്. ഈ പാലാർ ബോംബ് സ്ഫോടനം നടന്നതോടു കൂടിയിട്ട് കർണാടക സ്റ്റേറ്റും തമിഴ്നാട് സ്റ്റേറ്റും പിന്നെ ഒരുമിച്ചാണ് വീരപ്പനെ പിടിക്കാനുള്ള ഒരു ട്രൂപ്പിനെ ഉണ്ടാക്കുകയും അങ്ങനെ വീരപ്പനെ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തത്. അങ്ങനെ ഇനി ഇവിടുന്ന് ഗോപിനത്തം എന്ന് പറയുന്ന വീരപ്പൻ്റെ നാട്ടിലേക്ക് 16 കിലോമീറ്ററാണ്. അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൊഗേനിക്കൽ എന്ന സ്ഥലത്തെത്തും. ഈ ഹൊഗേനിക്കലിൽ എത്തുന്നതോട് കൂടിയിട്ട് ഈ റോഡ് അവസാനിക്കും. ഈ റോഡ് വളരെ മോശമായിട്ടുള്ള റോഡാണ്. കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞിട്ടുള്ള കാട്ടിനകത്തുകൂടെ ഏകദേശം 30 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിൽ 16 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീരപ്പൻ്റെ നാട്ടിലെത്തും. പിന്നെ ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. ഇത് കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇവിടെയും നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ വലിയൊരു ബോർഡിൽ ശ്രീനിവാസൻ എന്ന DFOയുടെ ഫോട്ടോയും പിന്നെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ശ്രീനിവാസനുമായിട്ടുള്ള വീരപ്പൻ്റെ ചില പ്രശ്നങ്ങളും ശ്രീനിവാസൻ എന്ന ആളെ കൊല്ലാനുണ്ടായ കാരണങ്ങളും എല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം. അടുത്ത പാർട്ടിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.